US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകുന്നു. ഇന്ത്യ അടക്കം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പൊതുദർശനവും വിലാപയാത്രയും ഉണ്ടായിരിക്കും. ടെഹ്റാൻ, ഖൂം, നജാഫ് എന്നിവിടങ്ങളിലെ വിലാപയാത്രയിലും പ്രാർത്ഥനകളിലും ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കും. അതേസമയം ആയത്തുള്ള ഖമേനിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമേനി ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുജ്തബ വിട്ടുനിൽക്കുന്നത്. ഇറാന്റെ മുൻ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിലാണ് മകൻ മുജ്തബ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ANIയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രായേലിൽ നിന്നുള്ള വധഭീഷണിയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമാണ് മുജ്തബയെ ചടങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. മുജ്തബ പ്രത്യക്ഷപ്പെട്ടാൽ മൊസാദ് ലക്ഷ്യമിടുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പൊതുചടങ്ങിൽ മുജ്തബ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണെന്ന് ആയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 36 വർഷത്തോളമായി ഇറാന്റെ നേതാവായിരുന്ന അലി ഖമേനി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കൊല്ലപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് ഖമേനിയുടെ അന്ത്യം സംഭവിച്ചത്. ഇതോടെയാണ് മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധത്തിന് തിരികൊളുത്തിയത്. സാധാരണയായി ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം 24 മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോവുകയായിരുന്നു. ജൂലൈ 4 മുതൽ ടെഹ്റാനിൽ ആരംഭിക്കുന്ന വിലാപയാത്രകളും ചടങ്ങുകളും ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ അടക്കം ചെയ്യുന്നതോടെയാണ് അവസാനിക്കുക. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്നാണ് ഇറാൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും വമ്പൻ നയതന്ത്ര പ്രതിനിധി സംഘമാണ് ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. ബീഹാർ ഗവർണർ ജനറൽ സയ്യിദ് ഹസനൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവർ ഇന്ത്യൻ സംഘത്തിലുണ്ടാകും. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദും ചടങ്ങിൽ പങ്കെടുക്കും. കശ്മീരിൽ നിന്നുള്ള PDP നേതാവ് മെഹ്ബൂബ മുഫ്തിയെയും 5 ഷിയ നേതാക്കളെയും ഇറാൻ സംസ്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ചടങ്ങിലേക്ക് ക്ഷണിച്ചെങ്കിലും മോദി ചടങ്ങിൽ പങ്കെടുക്കില്ല. കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവെച്ചെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇനിയും പുകയടങ്ങിയിട്ടില്ല. ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ ഒരു വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തതോടെ അമേരിക്കൻ സൈന്യം ഇറാന്റെ 10 സൈനിക താവളങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. ഇതിന് തിരിച്ചടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തിയിരുന്നു. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണങ്ങൾക്ക് അല്പം ശമനമുണ്ട്. ദോഹയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ മികച്ച പുരോഗതിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിലാണ് ഇസ്രായേലിനെ പേടിച്ച് പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നും മകൻ മാറി നിൽക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്.